പപ്പു ഒരു പാവപ്പെട്ട പച്ചക്കറി കച്ചവടക്കാരനായിരുന്നു. അവൻ ചന്തയിൽ പോയിട്ട് അവിടെ നിന്നും സാധനങ്ങൾ വാങ്ങി അതിനൊരൽപ്പം വില കൂട്ടി ആളുകൾക്ക് വിൽക്കും. സുനിത, വേഗം എഴുന്നേറ്റേ, വണ്ടിയിലേക്ക് പച്ചക്കറി കയറ്റി വെക്കാനുള്ളതാ. എല്ലാ ദിവസവും രാവിലെ തന്നെ ഉണർത്തി മനുഷ്യനെ ബുദ്ധിമുട്ടിക്കും. ഒരു ഇച്ചിരി നേരം ഉറങ്ങാൻ സമ്മതിക്കില്ലല്ലോ ഈ മനുഷ്യൻ. എന്ത്, ഇതുവരെ എഴുന്നേറ്റില്ലേ നീ? ദേ വരണു, ഒന്ന് ക്ഷമിച്ചൂടെ? നേരം വെളുപ്പിനെ തന്നെ ബഹളം വെക്കാൻ തുടങ്ങിക്കോളൂ. ഓ, നീ രാവിലെ എഴുന്നേക്കാൻ ഇത്ര മടി കാണിക്കുന്നത് എന്തിനാ? അറിയാലോ, രാവിലെ പച്ചക്കറി കയറ്റി വെച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെയാ വേഗം പോകുന്നത്? അതുപോലെ ഈ പച്ചക്കറി മുഴുവൻ വിറ്റില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ എങ്ങനെയാ നടക്കുക? നിനക്കറിയാലോ ഞാൻ എത്രത്തോളം ദൂരെ പോയിട്ടാണ് ഈ പച്ചക്കറി വിൽക്കുന്നതെന്ന്. അതൊക്കെ എനിക്കറിയാം. പച്ചക്കറി എവിടെ? സുനിതയ്ക്ക് രാവിലെ എഴുന്നേൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിരുന്നു. സത്യത്തിൽ അവളൊരു മടിച്ചയായിരുന്നു. അവൾക്ക് ജോലി എടുക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവൾ അലസ സ്വഭാവക്കാരിയാണ്. പപ്പു പച്ചക്കറി മറ്റു ഗ്രാമങ്ങളിലേക്ക് എത്തിക്കാൻ ധാരാളം സമയമെടുത്തിരുന്നു. പച്ചക്കറി വേണോ? പച്ചക്കറി വരൂ വരൂ, വന്ന് നല്ല ഫ്രഷ് ആയ പച്ചക്കറികൾ കൊണ്ടുപോകൂ. അതെ ചേട്ടാ. വഴുതനങ്ങ എത്രയാണ്? 1 കിലോയ്ക്ക് 30 രൂപയാ പെങ്ങളെ. എല്ലായിടത്തും 20 രൂപയാണല്ലോ. നിങ്ങൾ എന്താ ഈ 30 രൂപയ്ക്ക് വിൽക്കുന്നത്? അതെ, ഇത് ഞങ്ങളുടെ സ്വന്തം കൃഷിയിടത്തിലെ വഴുതനങ്ങയാ. ഒന്ന് കഴിച്ചു നോക്കുന്നേ, നല്ല ഫ്രഷ് പച്ചക്കറിയാ. പപ്പു അധ്വാനിച്ച് ജോലിയെടുത്തുകൊണ്ടേയിരുന്നു. പക്ഷെ അവന് ലാഭം വളരെ കുറവായിരുന്നു. അവനൊരു മകനുണ്ടായിരുന്നു. പേര് ഗൗരവ്. അവൻ സ്കൂളിൽ പഠിക്കുകയായിരുന്നു. നന്നായി പഠിക്കുന്ന ഒരു മിടുക്കൻ കുട്ടിയായിരുന്നു അവൻ. അച്ഛൻ വന്നോ? അറിയോ, ഇന്ന് ടീച്ചർ എന്നെ ക്ലാസ്സിൽ കയറാൻ സമ്മതിച്ചില്ല. അവര് പറഞ്ഞത് സ്കൂളിലെ ഫീസ് അടച്ചില്ലെങ്കിൽ ഇനി മുതൽ എന്നെ ക്ലാസ്സിൽ ഇരിക്കാൻ അനുവദിക്കില്ലെന്നാ. എന്റെ മോനെ, നീ വിഷമിക്കാതിരി. ഞാൻ എവിടെ നിന്നെങ്കിലും സ്കൂൾ ഫീസിനുള്ള കാശും സംഘടിപ്പിച്ച് സ്കൂളിലേക്ക് വരാം, പോരെ? വെറുതെ എന്തിനാ നിങ്ങൾ കുഞ്ഞിനോട് ഇങ്ങനെ നുണ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത്? നമ്മുടെ സ്ഥിതി എന്താണെന്ന് നമ്മൾ പറയാതെ തന്നെ ഇവന് നന്നായിട്ട് അറിയാം. നിങ്ങൾ ഇത്രയും അകലെയൊക്കെ പോയി പച്ചക്കറിയൊക്കെ വിറ്റിട്ടും എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. അധ്വാനിക്കുന്നതാണെങ്കി വേറെ. എന്റെ മോൻ പഠനത്തിൽ നല്ല ബുദ്ധിമാനാ. അവന്റെ പഠിത്തം നിർത്താനായിട്ട് ഞാൻ ആരെയും അനുവദിക്കില്ല. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയി ഗൗരവന്റെ ഫീസ് അടക്കാനുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. നിങ്ങൾ ഭക്ഷണമെങ്കിലും കഴിച്ചോണ്ട് പോ. കുഴപ്പമില്ല, ഞാൻ വന്നിട്ട് കഴിച്ചോളാം. ആദ്യം ഞാൻ കാശിന്റെ കാര്യം ശരിയാക്കിയിട്ട് വരട്ടെ. പപ്പു നിരാശയിൽ വീട്ടിൽ നിന്നും ഇറങ്ങി. എന്നാൽ അവന് കാശ് സംഘടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അവൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ബൈക്ക് അവനെ ഇടിച്ചിട്ടിട്ട് നിർത്താതെ പോയി. സുനിതയും ഗൗരവും ഹോസ്പിറ്റലിലേക്ക് എത്തി. പപ്പു അവിടെ ഒരു ബെഡിൽ കിടക്കുകയായിരുന്നു. അവന് ധാരാളം മുറിവേറ്റിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് ഗൗരവ് കരയാൻ തുടങ്ങി. എന്റെ മോനെ, നീ ഇങ്ങനെ കരയല്ലടാ. അച്ഛൻ ഉടനെ എന്നെ സുഖാവോടാ, നീ പേടിക്കണ്ട. അച്ഛന് കുറെ മുറിവ് പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ സുഖമാവാൻ ഒരുപാട് നാളെടുക്കുമല്ലോ. അതാണ് ഒരു വിഷമം. ഇപ്പൊ എനിക്ക് നേരെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റുന്നില്ല. ഇനി പച്ചക്കറികൾ മുഴുവൻ ആരാ വിൽക്കുക? വീട്ടിലുണ്ടായിരുന്ന സമ്പാദ്യം പപ്പുവിന്റെ ചികിത്സയ്ക്ക് ചെലവായി. ഇനി പച്ചക്കറി വിൽക്കുന്നത് എങ്ങനെയെന്നതായിരുന്നു അവരുടെ മുന്നിലെ പ്രശ്നം. പപ്പുവും സുനിതയും വീട്ടിൽ വിഷമിച്ചിരുന്നപ്പോൾ ഗൗരവ് വീട്ടിലിരിക്കുന്ന വണ്ടിയുമെടുത്ത് അതിൽ പച്ചക്കറിയെല്ലാം വെച്ച് വിൽക്കുവാനായി കൊണ്ടുപോയി. എന്നാൽ അവൻ പോകുന്ന വഴിക്ക് അവന്റെ വണ്ടി ഒരു കല്ലിൽ കൊണ്ടുപോയി ഇടിച്ചു. അത് ആകെ തകർന്നുപോയി. അയ്യോ, ഇതെന്ത് പറ്റി? ആകെയുള്ള വണ്ടി കൂടി തകർന്നല്ലോ. ഇനി ഈ പച്ചക്കറി മുഴുവൻ ഞാൻ എങ്ങനെ വെക്കും? ഈ വണ്ടി നന്നാക്കി എടുക്കാനുള്ള പൈസയും വീട്ടിലില്ലല്ലോ. അവൻ വല്ലാതെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അവൻ അരികിലൂടെ ഒരു കാർ വലിയ സ്പീഡിൽ കടന്നുപോയി. ആ കാർ അടുത്തുള്ളൊരു മരത്തിൽ പോയി ഇടിച്ചു നിന്നു. ഗൗരവ് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരാൾ പരിക്കേറ്റ് കിടക്കുന്നുണ്ടായിരുന്നു. അയ്യോ, ഇയാൾ ആക്സിഡന്റ് ആയിരിക്കുകയാണല്ലോ. ഉടനെ തന്നെ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഞാൻ തീർച്ചയായും ഇയാളെ സഹായിക്കേണ്ടി വരും. ഗൗരവ് തന്റെ കയ്യിലുള്ള തുവാല കൊണ്ട് അയാളുടെ മുറിവ് കെട്ടിക്കൊടുത്തു. കയ്യിലുള്ള വെള്ളം അയാൾക്ക് കുടിക്കാനായി കൊടുത്തു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അയാൾക്ക് ബോധം തെളിഞ്ഞു. നീ കാരണം ഞാൻ രക്ഷപ്പെട്ടു മോനെ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ വഴിയിൽ ഉപേക്ഷിച്ചു പോയേനെ. പക്ഷെ നീ അത് ചെയ്യാതെ എന്നെ രക്ഷിച്ചു. ആരാ നീ?
അതും ആരുമില്ലാത്ത ഈ വഴിയിൽ നീ എന്താ ചെയ്യുന്നത്? എന്റെ അച്ഛന് ആക്സിഡന്റ് ആയിരിക്കുകയാ. അതുകൊണ്ട് അദ്ദേഹത്തിന് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ പച്ചക്കറി വിൽക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എന്റെ ഭാഗ്യക്കേടിന് ആ വണ്ടിയും ഇടിച്ചു തകർന്നു. നീ കാരണമാണ് ഞാനിന്ന് ജീവനോടെ ഇരിക്കുന്നത്. പിന്നെ ഞാനൊരു മാന്ത്രികനാണ്. എന്റെ കയ്യിൽ ഒരു മാന്ത്രിക എയ്റോപ്ലെയിൻ ഉണ്ട്. അത് നിന്നെ നിന്റെ മനസ്സാഗ്രഹിക്കുന്നിടത്തേക്ക് എത്തിക്കും. അത് ഞാൻ നിനക്ക് തരാം. നിന്റെ പച്ചക്കറി വിൽപ്പനയ്ക്ക് അത് വളരെ സഹായകരമാകും. ആ ഇത്ര ചെറിയ എയ്റോപ്ലെയിൻ എന്റെ പച്ചക്കറി വിൽപ്പനയിൽ എങ്ങനെ സഹായിക്കാനാ? എന്റെ മോനെ, ഇതൊരു സാധാരണ എയ്റോപ്ലെയിൻ അല്ല. നിനക്കിഷ്ടമുള്ളപ്പോ ഇത് വലുതാക്കാൻ പറ്റും. നിന്റെ ഇഷ്ടത്തിന് ഇത് ചെറുതാക്കാനും പറ്റും. അതുമാത്രമല്ല, നിനക്കിഷ്ടമുള്ള പോലെ ഇതിൽ കയറി സഞ്ചരിക്കുകയും ചെയ്യാം. എന്ത്? സത്യമായിട്ട് പോവാൻ പറ്റുമോ? ആ എന്നാ ശരി, ആദ്യം ഞാൻ നിങ്ങളെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കാം. ഗൗരവ് അയാൾ കൊടുത്ത എയ്റോപ്ലെയിൻ നിലത്ത് വെച്ചു. അങ്ങനെ അവനത് നിലത്ത് വെച്ച ഉടനെ തന്നെ അതിന്റെ യഥാർത്ഥ വലിപ്പം പ്രാപിച്ചു. ഗൗരവിന് അത് കണ്ട് വലിയ സന്തോഷമായി. ആ മനുഷ്യനും ഗൗരവും ആ പ്ലെയിനിൽ കയറി പറന്നുപോയി. ഗൗരവ് അയാളെ അയാളുടെ വീട്ടിൽ കൊണ്ടുചെന്നാക്കി. എന്നിട്ട് ആ എയ്റോപ്ലെയിനിൽ തന്നെ കയറി വീട്ടിലേക്ക് തിരിച്ചെത്തി. ഇനി അച്ഛൻ ഒരിക്കലും വണ്ടിയിൽ പച്ചക്കറി വിൽക്കേണ്ടി വരില്ല. ഇനി ഈ പ്ലെയിനിൽ കയറി എനിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോയിട്ട് പച്ചക്കറി വിൽക്കാലോ. പ്ലെയിനിൽ നടന്ന് പച്ചക്കറി വിൽക്കാന്ന് പറയുമ്പോ നല്ല രസമായിരിക്കും. അവൻ ആ ചെറിയ എയ്റോപ്ലെയിൻ തന്റെ പോക്കറ്റിലേക്ക് ഇട്ടു. പിന്നീട് അവൻ കൂടുതൽ പച്ചക്കറികൾ കയറ്റി ആ എയ്റോപ്ലെയിനിലൂടെ മറ്റു നഗരങ്ങളിലേക്ക് എത്തിച്ച് വിൽക്കുവാനും തുടങ്ങി. അങ്ങനെ അവന് ധാരാളം സമയം ലാഭിക്കാനും സാധിച്ചു. ഈ മാന്ത്രിക എയർപ്ലെയിൻ കാരണം എനിക്ക് പച്ചക്കറിയിൽ നല്ല ലാഭം ഉണ്ടാവുന്നുണ്ടല്ലോ. അതേപോലെ സമയവും ലാഭിക്കാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ എനിക്ക് സ്കൂളിലെ ഫീസ് അടക്കാനും പറ്റും. അച്ഛന്റെ അസുഖത്തിന് നല്ല ചികിത്സ കൊടുക്കാനും പറ്റും. ഒരു ദിവസം പപ്പുവിന് ഡോക്ടറെ കാണാൻ പോകേണ്ടതുണ്ടായി. പക്ഷേ അവന്റെ മുന്നിലെ പ്രശ്നം ഇതായിരുന്നു: പോകണമെങ്കിൽ എങ്ങനെ അത് സാധിക്കും? കാരണം ഒരു വാഹനവും അവന്റെ അരികിലില്ലായിരുന്നു. പപ്പു ഇത് ആലോചിച്ച് വല്ലാതെ വിഷമിച്ചു. അപ്പോൾ ഗൗരവ് അവനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുവന്നു. എന്റെ മോനെ, നീ എന്തിനാ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത്? എനിക്ക് ഡോക്ടറെ കാണാൻ പോവാനുള്ളതല്ലേ. ഞാൻ അച്ഛനെ എയ്റോപ്ലെയിനിൽ കയറ്റി ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോകാം. എന്റെ കയ്യിൽ നല്ലൊരു സൈക്കിൾ പോലുമില്ല, എന്നിട്ടാണോ നീ എയ്റോപ്ലെയിന്റെ കാര്യം പറയുന്നത്? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഗൗരവ് തന്റെ പോക്കറ്റിൽ നിന്നും എയ്റോപ്ലെയിൻ പുറത്തേക്കെടുത്തു. എന്നിട്ടത് നിലത്ത് വെച്ചു. ഉടനെ തന്നെ എയ്റോപ്ലെയിൻ വലുതാവാൻ തുടങ്ങി. ഇത് കണ്ട് പപ്പുവും സുനിതയും ആകെ ഞെട്ടിത്തെറിച്ചുപോയി. അപ്പോൾ ഗൗരവ് ഈ മാന്ത്രിക എയ്റോപ്ലെയിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും അവരോട് പറഞ്ഞു. ഇത് ശരിക്കും അത്ഭുത പ്ലെയിൻ തന്നെയാണല്ലോ. അപ്പൊ നീ പച്ചക്കറി മുഴുവൻ വിൽപ്പന നടത്തിയത് ഈ പ്ലെയിനിൽ കയറ്റി കൊണ്ടു നടന്നാണോ? അതെ അച്ഛാ, അതുകൊണ്ട് എനിക്ക് അധ്വാനവും ലാഭിക്കാം, സമയവും കിട്ടും. അങ്ങനെ എനിക്ക് പഠനത്തിലും നന്നായി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അച്ഛാ. മാത്രമല്ല അച്ഛന്റെ ചികിത്സക്കുള്ള പണവും കണ്ടെത്താൻ പറ്റി. ഈ മാന്ത്രിക എയർപ്ലെയിൻ എന്നെ വളരെ സഹായിച്ചിരുന്നു അച്ഛാ. പപ്പു ഈ മാന്ത്രിക എയ്റോപ്ലെയിൻ കണ്ട് വളരെയധികം സന്തോഷിച്ചു. ഇപ്പോൾ പപ്പുവും ആ മാന്ത്രിക എയ്റോപ്ലെയിനിന്റെ സഹായത്താൽ പച്ചക്കറികൾ ദൂരെ പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കാൻ തുടങ്ങി. അതിൽ നിന്നും അവന് നല്ല ലാഭം കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൻ നല്ലൊരു പണക്കാരനായി മാറി.